നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്, US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. LDF ആണ് ജയിച്ചത്. നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന LDF അംഗം PR കുഞ്ഞുണ്ണിയേട്ടനാണ് ബ്ലോക്ക് പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ളത്. നമസ്കാരം. ആദ്യമായി എല്ലാവിധ ആശംസകളും. താങ്ക് യു. പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ? എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 5 വർഷക്കാലം വൈസ് പ്രസിഡൻ്റായിട്ട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടുപോകുന്നതാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ ഫണ്ട് ചെലവഴിക്കാനും പദ്ധതി ആസൂത്രണം ചെയ്യാനും അത് നല്ല രൂപത്തിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് ഈ ഭരണം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ നൂതനമായ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ല, ഭരണസമിതിയാണ്. ആളുകൾക്ക് ഉദാഹരണം എന്താ വെച്ചാൽ LDF UDF LDFന് ഭരണം ലഭിച്ചപ്പോൾ LDF ഭരണപക്ഷവും UDF പ്രതിപക്ഷവും എന്നാണ് സാധാരണ ധരിക്കുന്നത്. പക്ഷേ അത് ഈ നിയമസഭ പോലെ പ്രതിപക്ഷത്തിനിരിക്കാൻ വേറെ സീറ്റ്, ഭരണപക്ഷത്തിനിരിക്കാൻ വേറെ സീറ്റ്, അങ്ങനെയല്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒറ്റക്കെട്ടായി ഭരണം കൊണ്ടുപോകും. ഭരണസമിതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതി, കഴിഞ്ഞ ഭരണസമിതി അങ്ങനെ തന്നെ ഈ ഭരണസമിതിയും ഈ 16 പേരും ഒരുമിച്ച ഭരണമാണ് കൊണ്ടുപോകുക. അതിന് നേതൃത്വം എന്ന നിലയ്ക്ക് മാത്രമാണ് അതിൻ്റെ അധ്യക്ഷൻ്റെ കടമ. ആ കടമ ഭംഗിയായി നിർവഹിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മെമ്പർമാരെ അല്ലേ, ബാക്കിയുള്ളവരെ എല്ലാവരും. എൻ്റെ പേരെന്താ? അഖില അല്ലേ? നിതു, പ്രജീഷ്, ജിജി, മായ അല്ലേ? ഒരാൾ കൂടി ഇത് തോന്നുന്നു അല്ലേ? രവിപ്രകാശ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഭരണസമിതിയിൽ 16 അംഗങ്ങളുള്ളതിൽ 8 പേരെ കിട്ടിയത് അല്ലേ? നറുക്കെടുപ്പിലൂടെയാണ് വിജയിച്ചത് അല്ലേ? അപ്പോൾ ഈ വേളയിൽ ഇരട്ടി മധുരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഭരണസമിതി അതിൽ ഒരാൾ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അല്ലേ? എല്ലാവരുടെയും ആ ഒരു എന്താ പറയുക കഴിവും നേതൃപാഠവും എല്ലാം ഭരണസമിതിക്ക് ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്കളുടെ രാഷ്ട്രീയ ആ ഒരു ചരിത്രം ഒന്ന് ചുരുക്കി പറയാമോ? രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്, ഞാൻ SFIയിലൂടെയാണ് രംഗത്തേക്ക് വരുന്നത്. SFIയുടെ എൻ്റെ മേഖല തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തായിരുന്നു. ഞാൻ കുന്നംകുളത്താണ് ഡിഗ്രി ഒക്കെ പഠിച്ചത്. അവിടുന്ന് SFIയിലൂടെ വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ DYFIയുടെ അംഗമായി 1987 DYFIയുടെ അംഗമായി, യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി, വില്ലേജിൻ്റെ സെക്രട്ടറിയായി, ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാരവാഹി, അങ്ങനെ പോകുന്നു. പടിപടിയായിട്ടുള്ള ഒരു അല്ലേ? പിന്നെ ബ്രാഞ്ച് സെക്രട്ടറിയായി, ചൗച്ചേരി ബ്രാഞ്ച് സെക്രട്ടറിയായി, ലോക്കൽ കമ്മിറ്റി മെമ്പറായി, ലോക്കൽ സെക്രട്ടറിയായിട്ട് എനിക്ക് തോന്നുന്നത് ചാലിശ്ശേരിയിലെ ദീർഘകാലം ലോക്കൽ സെക്രട്ടറി ആയത് 14 വർഷം ലോക്കൽ സെക്രട്ടറി. 2020 മുതൽ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ഏരിയ സെൻറ്ററിൽ പ്രവർത്തിച്ചു വരികയാണ്. അതുപോലെ തന്നെ എൻ്റെ വർഗ ബഹുജന സംഘടന ചുമതല ഇപ്പോൾ CIT ആണ്. CITൻ്റെ തൃത്താല ഡിവിഷൻ്റെ സെക്രട്ടറിയാണ്. ജില്ലാ കമ്മിറ്റി മെമ്പറുമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളും ഒപ്പം തന്നെ പാർട്ടിയും ഒരേമാതിരി വിശ്വസിച്ച് അല്ലേ ഒരുപാട് ഇത്രയും നിലയിലെത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും വേണമല്ലോ. താങ്കളുടെ ആ ഒരു നന്മ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു നേതൃപാഠവും എല്ലാം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഏരിയയിലേക്കും അതിനപ്പുറത്തേക്കും കടന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഉയരങ്ങളിലേക്ക് MLA അങ്ങനെ ഉയർന്നു പോട്ടെ എന്ന് ആശംസിക്കുന്നു.